സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി നേതാക്കന്മാരെ കാണുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലായാലും ശരി, മറ്റ് മേഖലകളിലായാലും ശരി. കത്തോലിക്കർക്ക് ഈ ഒരാഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. റോമിൽ കോൺക്ലേവ് നടന്നു. കർദിനാളുമാർ പുതിയ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. നമ്മൾ ഇന്നലെ വത്തിക്കാനിൽ നിന്നും ആ സുന്ദരമായ ആ വാർത്ത കേട്ടു. നമുക്ക് ഒരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു. ഒരു മാർപ്പാപ്പ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം ഈ കാലഘട്ടത്തിൽ? നമുക്കറിയാം, ഒത്തിരി പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നമുക്കുണ്ട്. ഒരു ദീർഘദർശിയായിരിക്കണം, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള ഒരാളായിരിക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം, നന്നായിട്ട് ആശയവിനിമയം ചെയ്യുന്ന ഒരാളായിരിക്കണം, പല കാര്യങ്ങളോടും സമദൂരം പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ പോകുന്നു നമ്മുടെ നിരവധിയായിട്ടുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും. ഒരു നല്ല നേതൃത്വം എന്നുള്ളത്, ഒരു നല്ല നേതാവ്, അയാൾ അണികൾക്ക്, മറ്റുള്ളവർക്ക് സുരക്ഷ നൽകുകയാണ്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. യേശു അങ്ങനെ ഒരു നല്ല നേതാവായിരുന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, അവരെന്നെ അറിയുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. തുടർന്ന് യേശു പറയുന്നുണ്ട്, ആർക്കും എൻ്റെ കയ്യിൽ നിന്നും അവരെ മാറ്റുവാനായിട്ട്, അകറ്റുവാനായിട്ട് സാധിക്കില്ല. ആരും നശിച്ചു പോകില്ല. ഈ ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെ യേശു തൻ്റെ അനുയായികളെ ശക്തിപ്പെടുത്തുകയാണ്. അതെ, ശക്തമായിട്ടുള്ള പതറാത്ത വാക്കുകളാണ് യേശുവിൻ്റേത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, അത് രാഷ്ട്രീയത്തിലായാലും മത സാംസ്കാരിക മേഖലകളിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും, നമ്മൾ ഒത്തിരി നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഇകഴ്ത്തുന്ന വാക്കുകളും പ്രവൃത്തികളുമൊക്കെ അനുദിനം അനുഭവിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അവിടെയൊക്കെ യേശുവിനെ പോലെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യരെ നമുക്ക് ആവശ്യമാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളാണ്, എന്ത് കാര്യത്തിനും നിനക്ക് എന്നെ സമീപിക്കാം. ഇങ്ങനെയുള്ള വാക്കുകൾ, അവ കേൾക്കുന്നത് എത്ര സുന്ദരമാണ്. അവ നമ്മളെ എത്രമാത്രമാണ് ശക്തിപ്പെടുത്തുന്നത്, നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. പലപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടുമുട്ടുകയും അവരിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ശക്തി സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലേ? അങ്ങനെ പറയുവാനായിട്ട് സ്നേഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഈ സ്നേഹത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന, നമ്മോട് അനുകമ്പ കാണിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യർ ഉണ്ടാകുന്നത് വളരെ സുന്ദരമായിട്ടുള്ളതാണ്. ഈ സ്നേഹമെന്നുള്ളത് അതൊരു ബന്ധമാണ്, ശക്തിപ്പെടുത്തുന്ന ബന്ധമാണ്. യേശു ഈ ഒരു ബന്ധമാണ്, ഈ ഒരു സ്നേഹമാണ് നമ്മളോട് കാണിക്കുന്നത്, ഇന്ന് അടിവരയിട്ട് നമ്മോട് പറയുന്നത്. ദൈവത്തിന് നമ്മോടുള്ള ബന്ധം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. അതിന് യാതൊരു അതിർവരമ്പുകളുമില്ല. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നമ്മെ യേശുവിനെ പോലെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ സ്വതന്ത്രരാക്കുന്ന നേതാക്കളെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിനും സഭയ്ക്കും ലോകത്തിനും. നമുക്ക് നമ്മുടെ പുതിയ പാപ്പായ്ക്ക് വേണ്ടി, പുതിയ സഭാ തലവന് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവരിൽ ഈ സ്നേഹവും നന്മയുമൊക്കെ പകർന്നു നൽകുവാനായിട്ട്, അങ്ങനെ യേശു നൽകിയ സ്നേഹം സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് അത് നന്മയായിട്ട് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.